ഇന്നിപ്പോൾ ഈ ഇറങ്ങിപ്പോണത് ചായ കുടിക്കാനും സാധനം വാങ്ങാനൊന്നും അല്ല കേട്ടോ. പനി പിടിച്ചിട്ട് കുറച്ച് ദിവസമായി, സൗണ്ടൊക്കെ പറ്റ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മാരാങ്കുന്നാണ് കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല നട്ടപ്പുറ വെയിലാണ് കേട്ടോ. അയ്യോ, നടക്കാൻ പോയിട്ട് എനിക്ക് നീറ്റ് നിൽക്കാൻ പോലും വയ്യായിരുന്നു, അത്രയും ക്ഷീണമായിരുന്നു കേട്ടോ. പനീനെക്കാട്ടിലും കൂടുതൽ ക്ഷീണമായിരുന്നേ. അപ്പോൾ പിന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ വെച്ച് അങ്ങനെ അങ്ങോട്ട് ആ ഒരു അസുഖം ഇല്ലാതെയാക്കും. ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ച് മടിയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു പനിക്കുന്നതും ക്ഷീണവും. ദൈവമേ, ക്ഷീണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നീറ്റ് നിൽക്കാൻ പറ്റാത്തത്ര ക്ഷീണമായിരുന്നേ. അങ്ങനെ അതാ നമ്മൾ മാരാങ്കുന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഭൂലോക തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാലും വേണ്ടില്ല, അങ്ങനെ തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്നിട്ട് ടോക്കണൊക്കെ കിട്ടി ചെന്ന് നോക്കിയപ്പോൾ 130 എത്രയായിരുന്നു ടോക്കൺ. അവിടെ നമ്മുടെ വരുന്നത് 165 കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ 190 കയറുന്നുണ്ട്. അപ്പോൾ ഞാനും ഇടയിൽ കയറി, എല്ലാവരും ഇടയിൽ കയറുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനും സത്യസന്ധത സമഞ്ഞിട്ട് അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇടയിൽ കയറിയിട്ട് ഡോക്ടറെ കണ്ട് എനിക്ക് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 മരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന്, 2 മരുന്ന് പുറത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തേക്കുള്ള മരുന്ന് നമ്മളിതാ പുറത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കട ഉണ്ട്, അവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് മീനും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഉച്ച ആകുമ്പോഴേക്കും ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ചെന്നൊരു ഊർജ്ജത്തിൽ നമുക്ക് ചോറും കറിയൊക്കെ വെച്ചിട്ട് ഒരൊറ്റ കിടപ്പങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.